ചില ഒക്കേഷനുകളിൽ കേളി ഹെയർ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇതുപോലെ അല്ലെങ്കിലും നമുക്ക് വളരെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഹെയർ കേൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ കോർഡ്ലെസ് ഓട്ടോമാറ്റിക് കേളറാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കേൾ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഡീറ്റാങ്കിൾ ബ്രഷ് യൂസ് ചെയ്തോ ഒരു നോർമൽ ബ്രഷ് യൂസ് ചെയ്തോ മുടിയിലെ എല്ലാ ടാങ്കിൾസും ഡീറ്റാങ്കിൾ ചെയ്യുക മുടി നന്നായിട്ട്. അതിനുശേഷം നമ്മളത് ഓൺ ചെയ്തിട്ട് അതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 180 ഡിഗ്രി ആണ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് മുടി നല്ല വൃത്തിയ സെക്ഷൻ എടുത്ത് ഇതുപോലെ ഈ മെഷീനുള്ളിൽ കൊടുക്കുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചീകിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ മുടി ഓൾറെഡി കേളി മുടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ഡീറ്റാങ്കിൾ ചെയ്താലും ചീകിയാലും ഒക്കെ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും. സോ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് വരും. കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും. ഇത് ക്രേസി ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പോർട്ടബിൾ കോർഡ്ലെസ് ഓട്ടോമാറ്റിക് കേളറാണ്. നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. വളരെ കുറച്ച് ഹീറ്റിൽ നമുക്ക് കേൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചാൽ നമുക്ക് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. മുടി ഇതിനകത്ത് കുരുങ്ങി പോകുന്നോർത്ത് ആരും പേടിക്കേണ്ട, കാരണം ഇത് ഓട്ടോ ഓഫ് ഫങ്ഷൻ ഉണ്ട്. സോ എന്തെങ്കിലും ഹസാർഡ് ഉണ്ടാവുകയാണെന്ന് തോന്നിയാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. എന്നെപ്പോലെ കുറച്ച് കൂടുതൽ മടിയുള്ളവർക്ക് വളരെയധികം ഒരുപാട് പ്രോസസ്സൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് കേൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേളറാണിത്. എൻ്റെ ഹെയർ കൺസിസ്റ്റൻസി പോലുള്ള ഒരു ടൈപ്പ് ഈ മുടിയുള്ളവർക്ക്, കുറച്ച് ഫ്രിസി മുടിയുള്ളവർക്ക് ഫസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് കേൾ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ലുക്കായിരിക്കും. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കേൾസ് വേണമെങ്കിൽ മുടിയുടെ സെക്ഷൻ കുറച്ചെടുക്കുക, കുറച്ച് കുറവ് മതിയെങ്കിൽ സെക്ഷൻ കൂട്ടിയെടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.